മാങ്കൂട്ടത്തിലെ മൂന്നാം കേസിലെ പരാതിക്കാരിയും തമ്മിലെ ചാറ്റുകൾ അങ്ങനെ പുറത്തായിരിക്കുകയാണ്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് ഈ അതിജീവിതയ്ക്ക് രാഹുലിന്റെ ഭീഷണി സന്ദേശം. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട, നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്നും നീ ചെയ്യുന്നത് ഞാൻ താങ്ങും ബട്ട് നീ താങ്ങില്ല എന്നും രാഹുലിന്റെ ഭീഷണി. താഴാവുന്നതിന്റെ മാക്സിമം താൻ താഴ്ന്നു, ക്ഷമിക്കാവുന്ന തന്റെ ലിമിറ്റൊക്കെ പണ്ടേ കഴിഞ്ഞതാണെന്നും ടെലഗ്രാം ചാറ്റിൽ യുവതി പറയുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ രാഹുൽ പറയുന്ന ചില സുപ്രധാന കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ചാറ്റുകളൊക്കെ ഒരു നിർണായക തെളിവാകുമെന്നതിൽ സംശയമില്ല. അതായത് ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊന്നും നീ താങ്ങില്ല എന്ന്. എന്തായാലും കോടതിയിലുള്ള നടപടികൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്ങില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഈ ചാറ്റിൽ പറയുന്ന ആ സുപ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് രാഹുൽ MLA-യുടെ ആ തനി നിറം ഈ ചാറ്റിലൂടെ പുറത്താകുന്നത്? അശ്വതി, പ്രധാനമായിട്ടും ഈ മൂന്നാമത് പരാതി നൽകിയിട്ടുള്ള അതിജീവിതയ്ക്കെതിരെ വലിയ ഭീഷണിയാണ് ഈ ചാറ്റിലൂടെ രാഹുൽ നടത്തിയിരിക്കുന്നത്. ആദ്യ 2 പരാതികളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ യുവതി രാഹുലുമായിട്ട് ചാറ്റ് നടത്തിയിരിക്കുന്നത്. ആ സമയത്താണ് രാഹുൽ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ആ ചാറ്റ് വായിച്ച് തന്നെ ഞാൻ പറയാം. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കും, പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട, കുറ്റസമ്മതം നടത്താനാണ് തീരുമാനം, അങ്ങനെ ഞാൻ മാത്രം മോശം ആകുന്ന പരിപാടി നടക്കില്ല, ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് പറയുന്നത് നേരത്തെ 2 പരാതികൾ വന്ന് അതിൻ്റെ തുടർ നടപടികളുമൊക്കെ നേരിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ചാറ്റ് എന്നുള്ളതാണ്. 1 മാസം മുന്നേ ആയിരുന്നു ഇതൊക്കെ എങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇമേജ് തിരിച്ചു പിടിക്കാൻ ഒന്നുമല്ല മോളെ, അതൊക്കെ നിൻ്റെ തോന്നലാണ്. ഇനി ഞാൻ ഒന്ന് സറണ്ടർ ചെയ്യില്ല എന്നാണ് തീരുമാനം. നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാനാവില്ല തുടങ്ങിയ വെല്ലുവിളികളാണ് രാഹുൽ ഈ യുവതിയോട് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ യുവതി ഞാൻ നാട്ടിൽ വരുമ്പോൾ, അതായത് ഇനി കോൺഗ്രസിലേക്ക് രാഹുലിനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് കാണാമെന്ന് യുവതി തിരിച്ച് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി ഞാൻ നിൻ്റെ വീട്ടിൽ വരും, ദാറ്റ്സ് ഓൾ എന്ന തരത്തിൽ, അതായത് നാട്ടിലേക്ക് യുവതി വരികയാണെങ്കിൽ, വിദേശത്താണ് യുവതി, ആ യുവതി നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആളുകളുമായി വരുമെന്ന് ഉൾപ്പെടെയുള്ള ഭീഷണി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണി ഒന്നും വേണ്ട, എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ആകെ ഇപ്പോൾ എല്ലാത്തതും നീ ഇപ്പോൾ എക്സ്ട്രാ ചെയ്യും എന്ന് പറയുന്നതും കേസ് കൊടുക്കലാണ്. ഈ കേസ് കോർട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ, അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് കോടതിയിലൊന്നും ഈ കേസൊന്നും നിൽക്കാൻ പോകുന്നില്ല, തനിക്കെല്ലാം പുഷ്പം പോലെ നേരിടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും അവിടെ ആ യുവതിയോട് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ നീ അതൊക്കെ കേസെല്ലാം കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നീ നന്നായി ജീവിക്കുന്നുവെന്ന് ഞാൻ കാണട്ടെ എന്ന തരത്തിൽ, അതായത് ഈ യുവതി മറ്റേ ഇനി രാഹുലിനെതിരെ പരാതിയുമായിട്ട് നീങ്ങുകയാണെങ്കിൽ നീ കേസെല്ലാം കഴിഞ്ഞിട്ട് വാ, കേസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നീ നന്നായി ജീവിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന തരത്തിൽ ആ യുവതിയോട് വീണ്ടും ഭീഷണി മുഴക്കുന്നു. ആരെയെ പേടിപ്പിക്കുന്നു, എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെയാണ് നീ പേടിപ്പിക്കുന്നത്, നീ വേണമെങ്കിൽ പ്രസ് മീറ്റ് നടത്തിക്കോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആദ്യ പരാതികൾ വന്നതിന് പിന്നാലെയാണ് ടെലഗ്രാം വഴി അതിൻ്റെ വിശദാംശങ്ങൾ യുവതി രാഹുലിനോട് ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വായിച്ച ആ സ്ക്രീൻഷോട്ടുകളാണ്, അതായത് യുവതി രാഹുലിനോട് നടത്തിയിട്ടുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ നോക്കി വായിച്ചത്. അതിൽ പലയിടത്തായിട്ട് പല തരത്തിലുള്ള ഭീഷണിയാണ് ഈ യുവതിക്ക് നേരെ രാഹുൽ ഉയർത്തുന്നത്. ഒന്ന്, തനിക്കെതിരെ നീങ്ങുകയാണെങ്കിൽ ഇതുവരെ നീങ്ങിയിട്ടുള്ള എല്ലാവരെയും താൻ ശരിപ്പെടുത്തി കളയും, അവർക്കെതിരെയൊക്കെ താൻ തക്കതായ പ്രതികാരം ചെയ്യുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു. മറുവശത്താണെങ്കിൽ ഈ യുവതിക്ക് നേരെ കൃത്യമായ ഭീഷണി നടത്തുന്നു. യുവതി നാട്ടിലേക്ക് വരികയാണെങ്കിൽ വീട്ടിലേക്ക് കുറച്ച് ആളുകളുമായി വന്ന് താൻ നേരിട്ടോളാം എന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള ഭീഷണിയാണ് യുവതിക്കെതിരെ മുഴക്കിയിരിക്കുന്നത്. ഏതായാലും ആ ഭീഷണികളൊക്കെ വകവയ്ക്കാതെയാണ് യുവതി രാഹുലിനെതിരെ ധൈര്യപൂർവ്വം പരാതിയുമായിട്ട് രംഗത്തെത്തുകയും ഇപ്പോൾ രാഹുൽ അഴിക്കുള്ളിലാവുന്നത് ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ചാറ്റുകളൊക്കെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അശ്വതി, തീർച്ചയായും അരുൺ, അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായുള്ള ഓരോരോ തെളിവുകൾ പുറത്തു വരികയാണ്. ഒരുപക്ഷെ അരുൺ, രാഹുൽ പ്രതീക്ഷിച്ചുണ്ട് തനിക്കെതിരെ 3ാമത്തെ പരാതിയും വരുമെന്ന് രാഹുലിന് നന്നേ ബോധ്യമുണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അമിത ആത്മവിശ്വാസവും ഒരുപക്ഷെ അഭിഭാഷകനടക്കം നേരത്തെ തയ്യാറാക്കി നിർത്തുന്നു. ഒരുപക്ഷെ ഈ 3 അതിജീവിതമാരല്ല ഇനിയും ഉണ്ടോ എന്നാണ് കണ്ടറിയേണ്ടത്. ഒരുപക്ഷെ അവരടുത്തും ഇത്തരത്തിലുള്ളൊരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുണ്ടാകാം. ഈ 3ാം കേസിലെ പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്.
അതായത് ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്, ഇനി നീ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഒരു കൂട്ടം ആൾക്കാരുമായി ഞാനങ്ങ് എത്തും എന്നുള്ള തരത്തിലുള്ള ഭീഷണി അടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാമ്പത്തികമായ അടക്കം ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങാനും ചെരുപ്പുകൾ വാങ്ങാനും ഒക്കെ അടിക്കടി ഫെനി നൈനാൻഡിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലാണ് പൈസ വാങ്ങിക്കൂട്ടിയത്. സാമ്പത്തിക ചൂഷണവും ഈ പെൺകുട്ടി നേരിട്ടിരുന്നു. ഈ പെൺകുട്ടിയുടെ അനിയത്തിയുടെ വിവാഹം മുടക്കുമെന്നടക്കമുള്ള ഭീഷണികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയിരുന്നു. ഒപ്പം രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നീ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അത് താങ്ങും, പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്താൽ നിനക്കത് താങ്ങാൻ കഴിയില്ല. രാഹുൽ ആരുടെ പ്രിവിലേജിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ ഒരു കോടതിയുണ്ട്, സമൂഹമുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതിനൊന്നും ഒരു തെല്ല് വില പോലും കൊടുക്കാതെയാണ് രാഹുൽ ഭീഷണി മുഴക്കുന്നത്. രാഹുലിന് അമിത ആത്മവിശ്വാസമാണ്. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട, നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി താൻ ചെയ്യുമെന്നൊക്കെയാണ് രാഹുൽ ഈ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും താഴാവുന്നതിന് മാക്സിമം താൻ താഴ്ന്നുവെന്നും ക്ഷമിക്കാവുന്നതിന് ലിമിറ്റൊക്കെ പണ്ടേ കഴിഞ്ഞതൊക്കെയാണെന്നും ഈ പെൺകുട്ടി പറയുമ്പോഴും യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത്. അതായത് തനിക്കിനി പ്രത്യേകിച്ചൊന്നും നഷ്ടമാകാനില്ല, താൻ കുടുങ്ങുകയാണെങ്കിൽ എല്ലാവരുടെയും ഇമേജ് നശിപ്പിക്കുമെന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത്. അതായത് രാഹുലിനറിയാം ഇനിയും തനിക്കെതിരെ പരാതികൾ വരും, താൻ ഇതിനെ നേരിടണം, കുറ്റസമ്മതം നടത്തുമെന്നടക്കമാണ് ഈ രാഹുൽ ഈ ചാറ്റുകളിലുടനീളം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു ഗുരുതരമായ ആരോപണങ്ങൾ, തെളിവുകളൊക്കെയാണ് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വരുന്നത്. ഒപ്പം കോടതിയെ പുച്ഛിക്കുന്നുണ്ട്. കോടതിയിൽ ഈ കേസൊക്കെ വന്നാൽ എന്താണ് ചെയ്യാൻ സാധിക്കുകയെന്ന് ആ യുവതിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തെപ്പറ്റി നീ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നത് ആ പെൺകുട്ടിയോടും പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് ചെയ്തത് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം.